റോഡ് നിർമ്മാണം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ. എവിടെയാണെന്നോ? കോട്ടയം ജില്ലയിലെ പത്തനാട് കുളത്തൂർ മൊഴി റോഡിലാണ് ഈ നിർമ്മാണ പ്രവൃത്തി ജനങ്ങളെ ആകെ ചുറ്റിച്ചത്. റോഡ് നവീകരണത്തിനായിട്ട് പൊളിച്ചു. പൊടിയാണെങ്കിൽ പടരുകയും ചെയ്തു. പൊളിച്ചിട്ട് മാസങ്ങളായി, പക്ഷേ നിർമ്മാണ പ്രവൃത്തിയൊന്നും തുടങ്ങിയതേയില്ല. ഒരു വാഹനം കടന്നുപോയാൽ റോഡിന്റെ സ്ഥിതി ഇതാണ്. കുറച്ചുനേരം റോട്ടിൽ നിന്നാൽ മതി, പൊടിയിൽ കുളിച്ച് തിരികെ പോരാം. അന്തരീക്ഷത്തിൽ ഉയർന്നു പൊന്തുന്ന പൊടിപടലം സമീപത്തെ വീടിനുള്ളിലേക്ക് കയറുന്നു, കടകളിൽ നിറയുന്നു, വാഹനങ്ങൾക്കുള്ളിൽ എത്തുന്നു. പെരക്കകത്ത് മൊത്തം പൊടിയാണ്. ഒരു വണ്ടി പോയി കഴിയുമ്പോഴത്തേനെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ വെള്ളം ഒഴിക്കുന്നു, നമ്മൾ തന്നെ എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനെ ആ വെള്ളം ഇതായി പോവാ, പിന്നെ പൊടിയാ ഭയങ്കര. ശ്വാസം മുട്ടൽ കൊണ്ട് നമുക്ക് രാത്രിയിൽ പോലും കിടന്നുറങ്ങാൻ വരാതെ, നമുക്കൊരു ഭക്ഷണം പാകം ചെയ്ത് വെക്കാൻ പോലും പറ്റത്തില്ല. ഈ എല്ലാത്തിനും പൊടി, ഇങ്ങനെ മണ്ണാ. റോഡിൽ പോകുന്നവർക്ക്, എസ്പെഷ്യലി ബൈക്കിൽ പോകുന്നവർക്ക് ഈ പൊടി അങ്ങനെ ഒരു ശ്വാസമുട്ടലുള്ളവർക്കാണെങ്കിൽ തീർത്തും പറ്റാത്തൊരവസ്ഥയാണ് അവിടെ. വീട്ടുകാരെ പോലെ തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്നവരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. സ്കൂളിലേക്കും ജോലിക്കും പോകുന്ന സ്ഥിരം യാത്രക്കാർ പൊടി കൊണ്ട് വലഞ്ഞു. പൊടികൾക്കൊപ്പം പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും പണി കൊടുക്കുന്നു. ശ്വാസം മുട്ടൽ വെള്ളം എല്ലാ ഇതും ഉണ്ട്. വണ്ടിക്കകത്തോട് നോക്കാം, മൊത്തം പൊടിയാ. ഇതിനകത്ത് കിടന്ന് കറങ്ങുക, ഒരു രക്ഷയില്ല. വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ തന്നെ തൊണ്ടയ്ക്കൊക്കെ വേദന, അതുകൊണ്ട് മാസ്ക് വെച്ചേക്കുന്നു. റോഡിലെ പൊടി പ്രദേശത്തെ കച്ചവടക്കാരെയും പട്ടിണിയാക്കുകയാണ്. കച്ചവടം മുഴുവൻ പോയി. റോഡിലൂടെ ആൾക്കാർ കടന്നു പോകുന്നില്ല. പൊടി കാരണം ഒരു സാധനം ഒരാൾ മനുഷ്യർ മേടിക്കുന്നില്ല. വീട്ടിൽ കടയ്ക്കകത്തിരിക്കാൻ പറ്റുന്നില്ല. പഞ്ചായത്തുകാരൊന്ന് വെള്ളം തളിച്ചാൽ ചുമ്മാ പൂടി പോലും മാറ്റത്തില്ല. സ്ഥലം MLA ഫണ്ട് ഉപയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പാണ് റോഡിന്റെ നിർമ്മാണം നടത്തുന്നത്. 1.5 മാസത്തിലധികമായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിട്ട് നാളിതുവരെയും ടാറിങ്ങും അനുബന്ധ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചിട്ടില്ല. ഇതോടെയാണ് വലിയ ദുരിതത്തിലേക്ക് നാട്ടുകാർ തള്ളപ്പെട്ടത്. അധികൃതർ റോഡ് പൊളിച്ചിട്ട് പോയി, പക്ഷേ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഇതുവഴി യാത്ര ചെയ്യുന്നവർ, ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ജീവിക്കുന്നവർ, കട നടത്തുന്നവർ. വലിയ ദുരിതമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ലഭിക്കുന്നത്. എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവരുടെ ദുരിതം ഇരട്ടിയാവുകയുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.